ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡയഗ്രം, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. ഫസ്റ്റ്, ഡിസ്ജോയിന്റ് സെറ്റ്സ്. Two sets A and B are said to be disjoint if they have no common elements. രണ്ട് സെറ്റിൽ കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലെങ്കിൽ ആ സെറ്റിനെയാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, A equal to set 2, 4, 6, 8, B equal to set 1, 3, 5, 7. These two sets have no common elements. പൊതുവായ എലമെന്റ്സ് ഈ സെറ്റിലില്ല. ഇതിൽ 2ഉം 4ഉം 6ഉം 8ഉം ആണ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയ എലമെന്റ്സ് ആണ് 1, 3, 5, 7. അതായത് എക്കും ബിക്കും പൊതുവായ എലമെന്റ്സ് ഇല്ല. ഹെൻസ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. In Venn diagram, the disjoint sets can be represented as this way. അപ്പോൾ ഒരു വെൻ ഡയഗ്രത്തിൽ ഡിസ്ജോയിന്റ് സെറ്റ്സിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. നമുക്കറിയാം, ഒരു വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ റെക്റ്റാങ്കിളിൽ റെപ്രസെന്റ് ചെയ്തത് യൂണിവേഴ്സൽ സെറ്റ്, and sets are represented by closed figures. That means സർക്കിൾ ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എയും ബിയും. അപ്പോൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയതുകൊണ്ട് കോമൺ എലമെന്റ്സ് ഇല്ല. കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ രണ്ട് സെറ്റും എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്ജോയിന്റ് ആയിട്ടാണ് ഈ രണ്ട് സെറ്റും നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഡിസ്ജോയിന്റ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. Next, operations on sets. Union of sets. First operation is union of sets. Let A and B be any two sets. The union of A and B is the set which consists of all the elements of A and all the elements of B, the common elements being taken only once. That means union of A and B is obtained by writing all elements of A and B. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതിയാൽ കിട്ടുന്ന സെറ്റാണ് യൂണിയൻ ഓഫ് എ ആൻഡ് ബി. അതിൽ എയിലുള്ള എലമെന്റ് തന്നെ ബിയിൽ വരുന്നുണ്ടെങ്കിൽ ആ എലമെന്റ്സ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. വി റൈറ്റ് union of A and B as A, ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്, B, and read as A union B. അപ്പോൾ ഇതേ രീതിയിൽ എഴുതും. റീഡ് ചെയ്യുന്നത് A യൂണിയൻ B എന്നാണ്. ഇൻ സെറ്റ് ബിൽഡർ ഫോം വി റൈറ്റ്, അപ്പോൾ A യൂണിയൻ ബിയിലെ എലമെന്റ്സ് ഒന്നുകിൽ എയിലുണ്ടാകും അല്ലെങ്കിൽ ബിയിലുണ്ടാകും. Hence, in set builder form, we write A union B equal to set of all x such that x belongs to A or x belongs to B. That's x എയിൽ അല്ലെങ്കിൽ ബിയിൽ. അതുകൊണ്ട് ഓർ എന്ന് പറഞ്ഞ വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, A equal to set 2, 4, 6, 8. B equal to set 6, 8, 10, 12. Then find A union B. അപ്പോൾ A union B ഫൈൻഡ് ഔട്ട് ചെയ്യാൻ റൈറ്റ് എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതണം. അപ്പോൾ A union B ഈക്വൽ ടു 2, 4, 6, 8. എയിലെ എല്ലാ എലമെന്റ്സും എഴുതി. ഇനി ബിയിലെ എലമെന്റ് 6 നമ്മൾ ഒരു പ്രാവശ്യം എഴുതി റിപ്പീറ്റ് ചെയ്ത് സെറ്റിൽ എലമെന്റ്സ് എഴുതേണ്ട. അപ്പോൾ 6ഉം 8ഉം ഒന്നും കൂടെ ആവർത്തിച്ച് എഴുതേണ്ട. പിന്നെ എഴുതാൻ ബാക്കിയുള്ളത് ഏതാണ്, 10ഉം 12ഉം. അപ്പോൾ 10, 12 എഴുതിയിട്ട് സെറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എയിലെ എലമെന്റ്സ് എഴുതുക, ബിയിൽ
എയിലെ എലമെന്റ്സ് വരുന്നെങ്കിൽ ആവർത്തിച്ച് എഴുതേണ്ട. എഴുതാത്ത എലമെന്റ്സ് എഴുതിയിട്ട് സെറ്റ് ക്ലോസ് ചെയ്താൽ വി ഗെറ്റ് എ യൂണിയൻ ബി. The union of two sets can be represented by a Venn diagram as യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. എ ബി രണ്ട് സെറ്റ് വരക്കുക, എയും ബിയും. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കംപ്ലീറ്റ് എലമെന്റ്സ് ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ യൂണിയൻ ബി വരിക. എയിലെ കംപ്ലീറ്റ് എലമെന്റ്സും വേണം, ബിയിലെ കംപ്ലീറ്റ് എലമെന്റ്സും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എയും ബിയും മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുക. We get A union B. If B subset of A, then how can B represent A union B in Venn diagram? B subset of A ആണെങ്കിൽ നമ്മൾ എങ്ങനെ Venn diagram വരക്കുക? റെക്റ്റാങ്കിള് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരക്കും. A സെറ്റ് A ആൻഡ് സെറ്റ് B. A B. Next A union B. B subset of A ആണെങ്കിൽ A union B. എയിലെയും ബിയിലെയും കംപ്ലീറ്റ് എലമെന്റ്സ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എക്ക് അകത്തായിരിക്കും ഉണ്ടാകുക. സബ്സെറ്റ് ആയതുകൊണ്ട് എക്ക് അകത്താണ് ഏതുണ്ടാകുക, ബി ഉണ്ടാകുക. അപ്പോൾ എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് എന്താ കിട്ടുന്നത്, എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിട്ട് തന്നെയാണ് കിട്ടുന്നത്, എ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എയിലെയും ബിയിലെയും കംപ്ലീറ്റ് എലമെന്റ്സിനും ഉണ്ടാകേണ്ടതുകൊണ്ട് ഈ പോർഷൻ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യണം. ബട്ട് എ യൂണിയൻ ബി ഈക്വൽ ടു ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഏത് തന്നെയാണ്, എ തന്നെ ആണ്. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്, ഡിസ്ജോയിന്റ് സെറ്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേ, എ ബി. അപ്പോൾ ഷെയ്ഡ് ചെയ്യൽ എങ്ങനെയാണ്, എയും ബിയും രണ്ടും ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ 3 രീതിയിലുള്ള സെറ്റ്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എ ബി എനി സെറ്റ് ആണെങ്കിൽ എയും ബിയും ഇതേ രീതിയിൽ വരച്ചിട്ട് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുക. ബി സബ്സെറ്റ് ഓഫ് എ, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബിയിലുള്ള എലമെന്റ്സ് ഒക്കെ എയിലുള്ള എലമെന്റ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എക്ക് ഉള്ളിലാണ് ഏത് വരക്കേണ്ടത്, ബി വരക്കേണ്ടത്. എനേക്കാളും ചെറിയൊരു സെറ്റാണ് ബി വരിക. അപ്പോൾ എ യൂണിയൻ ബി പറഞ്ഞാൽ എയിലും ബിയിലും കംപ്ലീറ്റ് വരക്കുക, ഇതേ രീതിയിൽ വരക്കുക. പിന്നെ ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെങ്കിൽ ഇതേ രീതിയിലാണ് വരക്കേണ്ടത്, എയും ബിയും ഷെയ്ഡ് ചെയ്യുക. Let A equal to set A, E, I, O, U and B equal to A, I, U. Then show that A union B equal to A. A union B equal to A, E, I, O, U. എയിലെ എല്ലാ എലമെന്റ്സും എഴുതി. ഇനി ബിയിലെ എലമെന്റ്സ് എഴുതണം. എ നമ്മൾ എഴുതി, ഐ എഴുതി, യു അതും എഴുതി. അപ്പൊ കൂടുതലായിട്ട് എലമെന്റ്സ് ഒന്നും എഴുതാനില്ല. എയിലെ എലമെന്റ്സ് തന്നെയാണ് ബിയിലും വരുന്നത്. അതുകൊണ്ട് കൂടുതൽ എലമെന്റ്സ് ഒന്നും എഴുതാനില്ല, ക്ലോസ് ചെയ്യുക. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു എ തന്നെയാണ് കിട്ടുന്നത്, എ ഇ ഐ ഒ യു. ദാറ്റ് മീൻസ് എ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് എയും ബിയും ഒന്ന് നോക്കിയേ, എന്താ അതിന് മനസ്സിലാവുക, എ ഹിയർ എ, ഐ യു. ദാറ്റ് മീൻസ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ബിയിലുള്ള എല്ലാ എലമെന്റും ഏതിലുണ്ട്, എയിലും ഉണ്ട്. അപ്പോൾ ഒരു സെറ്റിലെ എലമെന്റ് ഒക്കെ മറ്റേ സെറ്റിലുണ്ടെങ്കിൽ ആ സെറ്റിന് എന്താ പറയാ, സബ്സെറ്റ് എന്നാണ് പറയാ. ഹിയർ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ഇറ്റ്സ് സബ്സെറ്റ് ഈസ് സെറ്റ് എ ഇറ്റ്സെൽഫ്. അപ്പോൾ എ അതിന്റെ സബ്സെറ്റുമായിട്ട് യൂണിയൻ ചെയ്താൽ എ തന്നെ കിട്ടും. ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു എ. ആ ഗ്രേറ്റർ ആയിട്ടുള്ള സൂപ്പർ സെറ്റാണ് ഏത് കിട്ടുക, എ യൂണിയൻ ബി കിട്ടുക. ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി? ഇവിടെ സൂപ്പർ സെറ്റ് ഏതാണ്, ബി ആണ്. അപ്പോൾ അതാണ് കിട്ടുക, എ യൂണിയൻ ബി ഈക്വൽ ടു ബി കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. Let A equal to 2, 4, 6, 8. 5 equal to element ഇല്ലാത്ത സെറ്റ് 5. Then what is A union 5? എഴുതാം നമുക്ക്. A 2, 4, 6, 8.
5 എലമെന്റ്സ് ഒന്നുമില്ല എഴുതാൻ. അപ്പൊ 2 4 6 8 ക്ലോസ് ചെയ്യുക. വാട്ട് ഈസ് 2 4 6 8 ഈക്വൽ ടു എ. ഹെൻസ് എയിലെ എലമെന്റ്സ് എഴുതി 5 എലമെന്റ്സ് ഒന്നുമില്ല നമുക്ക് കൂടുതൽ എഴുതാൻ. ദാറ്റ് മീൻസ് എ യൂണിയൻ 5 ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്, പഠിച്ചു വെക്കണം. എ യൂണിയൻ 5 ഈക്വൽ ടു എ. നെക്സ്റ്റ് വാട്ട് ഈസ് എ യൂണിയൻ എ? എ 2 4 6. രണ്ടാമത്തെ എയിലും എന്തെന്നാണ് 2 4 6 8. അപ്പോൾ ഒരു എലമെന്റ്സും കൂടുതൽ എഴുതണ്ട. അപ്പോൾ എ യൂണിയൻ എ ഈക്വൽ ടു 2 4 6, ദാറ്റ് ഈസ് എ. സെക്കൻഡ് പ്രോപ്പർട്ടി എ യൂണിയൻ എ ഈക്വൽ ടു എ. ദെൻ വാട്ട് ഈസ് യു യൂണിയൻ എ? യു ഈക്വൽ ടു നമുക്ക് 2 4 6 8 എന്തായാലും വേണം. അപ്പോൾ 1 2 3 4 5 6 7 8 യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കുക. ദെൻ യു യൂണിയൻ എ 1 2 3 4 5 6 7 8 പിന്നെ 2 4 6 8 എഴുതിയ നമ്പേഴ്സ് തന്നെയാണ്. ദാറ്റ് മീൻസ് യു യൂണിയൻ എ ഈക്വൽ ടു യു. ആ സൂപ്പർ സെറ്റ് ആണ് വരിക. ഇവിടെ എന്താ വരിക? യൂണിവേഴ്സൽ സെറ്റ് അല്ലേ വരിക. അപ്പൊ യു യൂണിയൻ എ ഈക്വൽ ടു യു. അപ്പോൾ 3 റിസൾട്ട് പഠിക്കുക. എ യൂണിയൻ 5 ഈക്വൽ ടു എ, എ യൂണിയൻ എ ഈക്വൽ ടു എ, യു യൂണിയൻ എ ഈക്വൽ ടു എ. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അപ്പൊ എയിലെ എലമെന്റ്സ് എഴുതി പിന്നെ ബിയിലെ എലമെന്റ്സ് രണ്ടും സെയിം തന്നെയാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. The intersection of sets A and B is the set of all elements which are common to both A and B. അപ്പോൾ എയിലെയും ബിയിലെയും പൊതുവായ എലമെന്റ്സ് എഴുതിയാൽ കിട്ടുന്ന സെറ്റിനെയാണ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. വി റൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ആസ് എ. ഇതേ രീതിയിൽ എഴുതും. ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് റീഡ് ആസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് എഴുതിയാൽ എ ഇന്റർസെക്ഷൻ ബി കിട്ടും. എ ഇന്റർസെക്ഷൻ ബിന്ന് ഇതേ രീതിയിൽ എഴുതും. ഇൻ സെറ്റ് ബിൽഡർ ഫോം എയിലെയും ബിയിലെയും കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതണം. അപ്പൊ എന്താണ് എയും ബിയും? ദിസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എയിലും ബിയിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആൻഡ് ആണ് വരിക. എക്സാമ്പിൾ ലെറ്റ് എ ഈക്വൽ ടു 2 4 6 8, ബി ഈക്വൽ ടു 6 8 10 12. then what is A intersection B? എയിലും ബിയിലും രണ്ടിലും ഉള്ള എലമെന്റ് 6 ഇവിടെയുണ്ട്, 8ഉം ഇവിടെയുണ്ട്. അപ്പൊ എയിലും ബിയിലും രണ്ടിലുള്ള എലമെന്റ് ഏതാണ്? 6ഉം 8ഉം ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 6, 8. നെക്സ്റ്റ് ഇൻ വെൻ ഡയഗ്രാം ദിസ് വൺ എയിലും ബിയിലും പൊതുവായ ആ സ്പേസ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ റെക്ടാങ്കിൾ യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സൽ സെറ്റ് ഡിനോട്ട് ചെയ്യുക, എ ബി വരക്കുക, പിന്നെ കോമൺ ആയിട്ടുള്ള റീജിയൻ അല്ലെ കോമൺ എലമെന്റ്സ്. അപ്പൊ കോമൺ ആയിട്ടുള്ള ആ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ യൂണിയൻ ആണെങ്കിൽ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യണം, ഇന്റർസെക്ഷൻ ആണെങ്കിൽ ആ കോമൺ പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് സബ്സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? എ. ഇനി ബി സബ്സെറ്റ് ആയതുകൊണ്ട് ബി ഇതിന്റെ അകത്തായിരിക്കും. ഇനി അപ്പൊ എക്കും ബിക്കും പൊതുവായിട്ട് എലമെന്റ് ഏതിലത്തെ എലമെന്റ്സ് ആയിരിക്കും? ബിയിലെ എലമെന്റ്സ് ആയിരിക്കും. അപ്പൊ ബി ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ എക്കും ബിക്കും പൊതുവായിട്ടുള്ള സ്പേസ് ഏതാണ്? ബി അല്ലേ. അതുകൊണ്ട് ഈ ബി ഷെയ്ഡ് ചെയ്യുക. ഇനി ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും എ ഇന്റർസെക്ഷൻ ബി? എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. A equal to 2 4 6 8, B equal to 1 3 5 7. Then A intersection B equal to 2 4 6 8. ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എക്കും ബിക്കും എന്തില്ല? കോമൺ എലമെന്റ്സ് ഇല്ല. പൊതുവായ എലമെന്റ്സ് എക്കും ബിക്കും ഇല്ല.
Hence A intersection B equal to ഒരു എലമെന്റും ഇല്ല. അതുകൊണ്ട് എന്താ വരിക? നൾ സെറ്റ്, എംപ്റ്റി സെറ്റ് ആണ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഡിസ്ജോയിന്റ് സെറ്റ്സ് വരിക. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. A intersection B equal to 5 in the case of disjoint sets A and B. Let A equal to AEIOU, B equal to AIU. Show that A intersection B equal to A. And what is A intersection B? A common ആണ്, E common അല്ല, I common ആണ്, U common ആണ്. That means A intersection B equal to AIU. What is AIU? The set B. അപ്പോൾ A intersection B equal to B. Then Aയും Bയും നോക്കിയാൽ അവിടുന്ന് എന്താ മനസ്സിലാവുക? AIU അത് ഈ സെറ്റിലും ഉണ്ട്. That means B is the subset of A. അപ്പോൾ B subset of A ആണെങ്കിൽ A intersection B equal to B ആണ് കിട്ടുന്നത്. അപ്പോൾ the intersection of sets and its subset is the set B itself. അപ്പോൾ സബ്സെറ്റ് ആണ് ഇന്റർസെക്ഷൻ കിട്ടുക. ഇനി A സബ്സെറ്റ് ഓഫ് B ആണെങ്കിൽ A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു സബ്സെറ്റ് ഇവിടെ A അല്ലേ, അപ്പോൾ A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു A ആണ് കിട്ടുക. അപ്പോൾ യൂണിയൻ കിട്ടുക സൂപ്പർ സെറ്റ് ആണ്, ഇന്റർസെക്ഷൻ കിട്ടുക സബ്സെറ്റ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. നമ്മൾ യൂണിയനിൽ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും ഇന്റർസെക്ഷനും ഉണ്ട്. വാട്ട് ഈസ് A ഇന്റർസെക്ഷൻ 5? A 5 കോമൺ എലമെന്റ്. 5 എലമെന്റ്സേ ഇല്ല, പിന്നെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ A ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു എംപ്റ്റി സെറ്റ്, കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. ഫസ്റ്റ് പ്രോപ്പർട്ടി A ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. Then what is A intersection A? Aയിലും Aയിലും കോമൺ ആയിട്ട് എലമെന്റ്, Aയിലെ എലമെന്റ് ഒക്കെ കോമൺ ആണല്ലോ. അപ്പൊ A ഇന്റർസെക്ഷൻ A ഈക്വൽ ടു A. അപ്പൊ A യൂണിയൻ Aയും A ആണ്, A ഇന്റർസെക്ഷൻ Aയും എന്താണ്? A ആണ്. Then U ഈക്വൽ ടു 1 to 8 നമ്പേഴ്സ് എടുത്താൽ what is U ഇന്റർസെക്ഷൻ A? Aയിലും Uവിലും ഉള്ള കോമൺ എലമെന്റ് 2, 4, 6, 8. That is A ആണ്. അപ്പോൾ യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ കിട്ടും. യു യൂണിയൻ എ കിട്ടുന്നത് യു ആണ്, പക്ഷെ യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആണ്. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോയും അസോസിയേറ്റീവ് ലോയും ഇന്റർസെക്ഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഫസ്റ്റ് ഉള്ള ബ്രാക്കറ്റ് ലാസ്റ്റിലേക്ക് പോകുന്നു. Next, distributive law. A intersection B union C equal to A intersection B union A intersection C. നമ്മൾ പഠിച്ചാണ് A into B plus C equal to AB plus AC. അതേ രീതിയിൽ A intersection B union A intersection C. ഈ ലോ ഒക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പ്രോബ്ലംസ് ചെയ്യാം. Next homework. Find union of the following sets. X equal to 1, 3, 5. Y equal to set 1, 2, 3. Then find X union Y. 1, 3, 5. കൂടുതലായിട്ട് എലമെന്റ് 2 മാത്രമേ ഉള്ളൂ അല്ലേ. 1 ഉം 3 നമ്മൾ ഇവിടെ എഴുതിയില്ല. അപ്പോൾ ഇതൊക്കെ വരിക 1, 2, 3, 5. 1, 2, 3, 5. A equal to AEIOU, B equal to ABC. Then A union B equal to AEIOU, BC. A നമ്മൾ എഴുതിയതാണ്, പിന്നെ എഴുതാൻ എന്താ ബാക്കിയുള്ളത്? BC. A equal to set 1, 2, 3, B equal to empty set. Then A union B equal to 1, 2, 3. കൂടുതൽ ഇവിടെ ഒന്നും എലമെന്റ് ഇല്ല, അപ്പോൾ 1, 2, 3. A equal to set AB, B equal to set ABC. Is A subset of B? Aയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടോ? A ഉണ്ട്, B ഉണ്ട്. Hence A is a subset of B. And what is A union B? A union B equal to
എ ബി സി, ദാറ്റ് മീൻസ് എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഈക്വൽ ടു എന്ത് കിട്ടും? ബി കിട്ടും. If A and B are two sets such that A subset of B, then what is A union B? നമ്മൾ പറഞ്ഞു A union B എന്ന് പറഞ്ഞത് സൂപ്പർ സെറ്റ് ആണ് വരിക. ദാറ്റ് മീൻസ് B, A union B ഈക്വൽ ടു B. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. ഫൈൻഡ് A ഇന്റർസെക്ഷൻ B, B ഇന്റർസെക്ഷൻ C, A ഇന്റർസെക്ഷൻ C, B ഇന്റർസെക്ഷൻ D, A ഇന്റർസെക്ഷൻ D. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എഴുതുക. Thank you.